കോട്ടയം തീക്കോയിൽ ഗർഭിണിയെ തടവിലാക്കി കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതികൾ മുൻപും കുട്ടികളെ വിൽപ്പന നടത്തിയതായി പോലീസ് കണ്ടെത്തി. കേരളത്തിൽ തന്നെ നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയതായും വിവരം ലഭിച്ചു പോലീസിന്. കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. एग्रीमेंट में साइन करके वो लोग मतलब मैं अपना बेबी दे रही हूँ, वो लोग पैसा दे रहे हैं, ऐसा एग्रीमेंट एक साइन करते बेबी दे रही हूँ. नहीं किया. उसी टाइम मैं डर गई, मुझे नहीं करना. एग्रीमेंट साइन करूँगी तो बेबी देना पड़ेगा, तो मैं डर गई. तो मैंने उनको मना कर दिया, मुझे एग्रीमेंट साइन नहीं करना है. അസം സ്വദേശിയായ യുവതിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആരംഭിച്ച അന്വേഷണത്തിലാണ് നവജാത ശിശുക്കളെ വിൽക്കുന്ന സംഘത്തെപ്പറ്റി നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കേസിൽ മൂപ്പിലരാജ, അർജുൻ, അനീന എന്നിവരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നും ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഒരു കുട്ടിയുടെ വിൽപ്പന കേരളത്തിനുള്ളിൽ തന്നെ നടത്തിയതായി പോലീസ് കണ്ടെത്തിയത്. ഇതോടെ സംഭവത്തിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു വ്യക്തമാക്കി. അപ്പോൾ വീണ്ടും ഈ പ്രതികളെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിലേക്ക് നിലവിൽ ഒരു കേസാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. മറ്റ് ചില ഇൻസിഡൻറ്റും കൂടെ നമ്മുടെ അന്വേഷണത്തിൽ വെളിവാകുന്നുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു. ഇന്ന് ഒരു എഫ്ഐആറും കൂടെ ഞങ്ങൾ എടുക്കും. ഒരു കേസും എടുക്കുന്നുണ്ട് വേറെ ഇൻസിഡൻറ്റിന് വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. 1-2 ഇൻസിഡൻറ്റും കൂടെ വരാൻ ഇതുവരെ അന്വേഷണത്തിൽ തെളിവെന്നാണ് തോന്നുന്നത്. വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. ഇതുവരെ കിട്ടിയേക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ നിയമപരമായിട്ടുള്ള ഒരു ഏറ്റെടുക്കലല്ല നടന്നതായിട്ടാണ് വെളിവാകുന്നത്. പ്രധാനമായും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് പ്രതികൾ തട്ടിപ്പിന് കളമൊരുക്കിയിരുന്നത്. എന്നാൽ പോലീസ് പരിശോധന ആരംഭിച്ചതോടെ തട്ടിപ്പിന് ഉപയോഗിച്ച ഭൂരിഭാഗം അക്കൗണ്ടുകളും വ്യാജ പേരുകളിൽ നിർമ്മിച്ചതാണെന്നും അവ പിന്നീട് ഡിലീറ്റ് ചെയ്ത നിലയിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ സാമ്പത്തിക വിവരങ്ങളും പോലീസ് വിശദമായി ശേഖരിച്ചു വരികയാണ്. 1 മാസം മുമ്പാണ് സംഘം തീക്കോയിലെ വീട് വാടകയ്ക്കെടുത്തത്. എന്നാൽ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലും ഇടുക്കിയിലും സമാനമായ രീതിയിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകളും ഉൾപ്പെടുന്ന സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കോട്ടയം.